നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യന്തം നാടകീയമായ ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്മൾ കണ്ടത്. ഗവർണർ വരുന്നു, നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിക്കുന്നു, അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനോടുള്ള എല്ലാ എതിർപ്പും പ്രകടമായിരുന്നു. മാത്രമല്ല, പൂച്ചെണ്ട് നൽകി മുഖ്യമന്ത്രി സ്വീകരിച്ചപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹം തിരിച്ചൊരു അഭിവാദ്യം നൽകാത്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസിൽ മൊത്തം, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന അത്രയും സമയം അതൃപ്തി വളരെ പ്രകടമായി തന്നെ അദ്ദേഹം കാണിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും നാടകീയമായ നയപ്രഖ്യാപന പ്രസംഗം അത് കണ്ടു കഴിഞ്ഞു, അത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ അത് ഗവർണർ വായിക്കുമോ എന്നതടക്കമുള്ള വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഉണ്ടായിരുന്നു. അതെന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അർഹതപ്പെട്ട ഗ്രാന്റ് കേന്ദ്രം തടഞ്ഞുവെച്ചു എന്ന ഒരു ആരോപണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട ഗ്രാന്റ് കേന്ദ്രം തടഞ്ഞുവെക്കുക മാത്രമല്ല, സംസ്ഥാനത്തിന് പണഞ്ഞെരുക്കവും കേന്ദ്രം ഉണ്ടാക്കി. സർക്കാരിന് മുന്നിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. സർക്കാർ അതിനെ അതിജീവിച്ച് അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചു. പരമപ്രധാനം സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വമാണ്. അത് കാരണം സംസ്ഥാനത്ത് പണഞ്ഞെരുക്കം ഉണ്ടായി എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇക്കാര്യം കേന്ദ്രം പുനഃപരിശോധിക്കണമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായിട്ടുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട്. സംസ്ഥാനങ്ങൾ അവയുടെ വരുമാനമുണ്ടാക്കാനുള്ള സ്രോതസ്സുകളുടെ പരിമിതി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നുവെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അസമത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാലക്രമേണ ഇത് കൂടുതൽ തീവ്രമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തി. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ ഗ്രാന്റിൽ വന്ന കുറവും സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും NCERT പാഠപുസ്തക പരിഷ്കരണത്തിനും നയപ്രഖ്യാപനത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പാഠപുസ്തകങ്ങളിലെ ചില ഭാഗങ്ങൾ NCERT നീക്കം ചെയ്തു. മുഗൾ ചരിത്രവും ഇന്ത്യയുടെ വിഭജനവും മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം, പഞ്ചവത്സര പദ്ധതി, അടിയന്തരാവസ്ഥ, ഇന്ത്യയിലെ ജനകീയ പോരാട്ടങ്ങൾ, ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥിതികളും ജാതി സമ്പ്രദായവുമെല്ലാം പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കേരളം കൂടുതൽ പാഠപുസ്തകങ്ങൾ ഹ്യൂമാനിറ്റീസിൽ ഉൾപ്പെടുത്തി. 4 വിഷയങ്ങളിൽ കൂടുതലായി 6 പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെന്നും നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ ഇത്രയേറെ വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും കേന്ദ്രത്തിനെതിരെ വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അങ്ങനെ ഒരു വിമർശനം ഉണ്ടെങ്കിൽ അത് ഗവർണർ വായിക്കുമോ എന്ന കാര്യത്തിലായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ കൊടുമ്പുരി കൊണ്ട് ചർച്ച നടന്നത്. എന്തായാലും അതൊന്നും ഗവർണർ വായിച്ചിട്ടില്ല. അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ ഏതാണ്ട് ഒന്നര മിനിറ്റിനുള്ളിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗവർണറെ സ്വീകരിക്കാൻ എത്തിയവർക്ക് ഗവർണർ ഉപചാരങ്ങളൊന്നും നൽകിയില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. 63 പേജുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമാണ് അദ്ദേഹം വായിച്ചതെന്നത് ഏറ്റവും ചരിത്രപരമായി മാറിയിരിക്കുകയാണ് ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിന്ന ആശങ്കകൾ, ഒരുപാട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിരിക്കുകയാണ്. ഗവർണർക്കെതിരെ വിമർശനമുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഗവർണർ വായിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി. കേന്ദ്രത്തിനെതിരെ വിമർശനമുണ്ടോ, ഉണ്ട് എന്ന ചോദ്യത്തിന് കേന്ദ്രത്തിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഗവർണർ വായിക്കുമോ എന്ന ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.